നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മളുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വായനയ്ക്ക് പോകുന്നതിന് തൊട്ടു മുൻപായി പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ വേണ്ടി എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. മാക്സിമം കോൾ ചെയ്യാതെ ഇരിക്കുക. വേറൊന്നുമായിട്ടല്ല, ഒരുപാട് കോളുകൾ വന്നു കഴിഞ്ഞാൽ എനിക്കത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. എനിക്ക് വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ സന്ദേശം അയക്കുക. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. ഒരുപാട് ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഫ്രീ ആയിട്ടാണോ വായന കൊടുക്കുന്നത് എന്ന്. ഫ്രീ ആയിട്ടല്ല, പേഴ്സണൽ റീഡിങ്ങിന് അതിൻ്റേതായ പേയ്മെൻ്റ് ഉണ്ട്. നമുക്കപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് എത്രമാത്രം യാഥാർത്ഥ്യമേറിയ സ്നേഹമാണ്. അതായത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്രമാത്രം യാഥാർത്ഥ്യമേറിയതാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വായനയാണ് ചെയ്യാൻ പോകുന്നത്. വളരെയധികം പോസിറ്റീവായിട്ട്, ശുദ്ധ മനസ്സോടുകൂടി, മോശക്കേടുകളൊന്നും ചിന്തിക്കാതെ വളരെയധികം പോസിറ്റീവായിട്ട് ഇരുന്നു കൊണ്ട് വേണം ഈ വായന കാണാൻ. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ ഊർജം ഇവിടെ വരുന്നതായിരിക്കും. പ്രപഞ്ചശക്തി എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ഈ കാർഡ്സിലൂടെ നോക്കാം. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തി വളരെയധികം അധ്വാനിക്കുന്ന കൂട്ടത്തിലാണ്. മറ്റുള്ളവരുടെ കാര്യം ഈ വ്യക്തി അന്വേഷിക്കാറില്ല. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എന്ത് പറയും എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഈ വ്യക്തിക്ക് ബോധ്യമില്ല. അല്ലെങ്കിൽ ഈ വ്യക്തി മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടത്തിലല്ല. ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്. അതിനനുസരിച്ച് മാത്രമേ ഈ വ്യക്തി മുന്നോട്ട് പോവുകയുള്ളൂ. മറ്റുള്ളവർ എന്തു പറയും എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തി ഒരു കാരണവശാലും ബോധ്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. ഒരുപക്ഷെ നിങ്ങളോടാണെങ്കിൽ പോലും ഈ വ്യക്തി പറയുന്നുണ്ടാകാം. അതായത് ഈ വ്യക്തിയുടെ മനസ്സിൽ എന്താണോ പറയുന്നത് അതെല്ലാം വെട്ടിത്തുറന്ന് ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കും. ദേഷ്യമാണ് വരുന്നതെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കും. വായിൽ മോശപ്പെട്ട വാക്കുകളാണ് വരുന്നതെങ്കിൽ അതും ഈ വ്യക്തി പ്രകടിപ്പിക്കും. ഈ വ്യക്തിക്ക് നാട്യങ്ങളില്ല, അതായത് അഭിനയിക്കാൻ അറിയില്ല. സത്യസന്ധമായിട്ടുള്ള വികാരമാണ് ഈ വ്യക്തി പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് സൗഹൃദങ്ങൾ വളരെ കുറവാണ്. ഈ വ്യക്തിക്ക് മറ്റുള്ളവരായിട്ടുള്ള ബന്ധങ്ങൾ വളരെ കുറവാണ്. കാരണം ഈ വ്യക്തിയുടെ മുൻകാലം എടുത്തു നോക്കുകയാണെങ്കിൽ പോലും പലതരത്തിലുള്ള ചതിവുകൾ ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് അടുത്തുള്ള സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ നിന്നോ ആയിരിക്കാം. ഈ വ്യക്തിക്ക് അത്തരത്തിലുള്ള മോശക്കേടുകൾ സംഭവിച്ചതുകൊണ്ട് തന്നെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലല്ല. അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിലാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ജീവനായിട്ടാണ് നിങ്ങളെ കാണുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ വ്യക്തി ചില സമയത്ത് ഈ ഒരു പ്രണയബന്ധത്തിലാണെങ്കിലും സംശയിക്കുന്ന ഒരു രീതിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം പൊസസീവ്നെസ് ആണ്. നിങ്ങൾ മറ്റുള്ളവരോട് മിണ്ടുന്നതോ, മറ്റുള്ളവരായി ചെങ്ങാത്തം കൂടുന്നതോ, മറ്റുള്ളവരായി അമിതമായി സംസാരിക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രധാരണകൾ, അങ്ങനെ പല കാര്യങ്ങൾ ഈ വ്യക്തിക്ക് താല്പര്യമില്ല. പക്ഷേ അത് ഈ വ്യക്തി തുറന്നു തന്നെ പ്രകടിപ്പിക്കും. ചിലപ്പോൾ ദേഷ്യപ്പെട്ടായിരിക്കാം, ചിലപ്പോൾ വായിൽ വരുന്ന വാക്കുകളൊന്നും നിയന്ത്രിക്കാതെ ഈ വ്യക്തി നിങ്ങളുടെ മുഖത്തടിച്ച പോലെ പറയുന്നുണ്ടാകാം. നിങ്ങൾക്ക് പല രീതിയിലും വെച്ച് നോക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം ഈ വ്യക്തിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടായതും. നിങ്ങൾ തമ്മിൽ വളരെയധികം അകലത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും വാശിക്കാരായതുകൊണ്ടും രണ്ടുപേരും വിട്ടുകൊടുക്കാത്ത രണ്ട്
രണ്ട് കവിതാക്കളായതുകൊണ്ടും. പക്ഷേ നമുക്ക് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഈ വ്യക്തി പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്തു വെക്കുന്നുണ്ട്. അതായത് മുൻകരുതലുകൾ. അത് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളായിരിക്കണം, സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകളായിരിക്കണം. ഈ വ്യക്തി പല കാര്യങ്ങളും പല രീതിയിൽ പദ്ധതി തയ്യാറാക്കി വെക്കുന്നതായി കാണിക്കുന്നു. പദ്ധതി എന്നുദ്ദേശിക്കുന്നത് പ്ലാനിങ്. ഈ വ്യക്തിക്ക് ജീവിതത്തിനെ കുറിച്ച് നല്ല രീതിയിലുള്ള കാഴ്ചപ്പാടുകളുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാണ്ടായപ്പോഴാണ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലായി വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഒരു സന്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ വ്യക്തി നിങ്ങളെ ചീത്ത പറയുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത രീതിയിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോഴും ഈ വ്യക്തിയുടെ മനസ്സും നീറുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ വിട്ടു പോകാൻ പാടില്ല. എന്നു മുതലാണോ നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിയുടെ പക്കലിൽ നിന്നും ഇല്ലാണ്ടായത്, അന്നു മുതൽ തൊട്ട് ഈ വ്യക്തിക്ക് ഒറ്റപ്പെടലാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി മറ്റാരുമായി കൂട്ടുകൂടുന്നില്ല. ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള സ്നേഹാഭ്യർത്ഥനകൾ വരുന്നുണ്ട്. പക്ഷേ അതൊന്നും തിരഞ്ഞെടുക്കാതെ ഈ വ്യക്തി നിങ്ങളിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. നിങ്ങളോടുള്ളത് എല്ലാ തരത്തിലുമുള്ള മാനസിക ശാരീരികപരമായിട്ടുള്ള സ്നേഹത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലൂടെ ആണെങ്കിലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് അറിയാനായി ആഗ്രഹിക്കുന്നു. നിങ്ങളിടുന്ന ഫോട്ടോസ് ആയിരിക്കണം, വീഡിയോസ് ആയിരിക്കണം, അങ്ങനെ പലതരത്തിലുള്ള സന്ദേശങ്ങൾ, പലതരത്തിലുള്ള വിശദാംശങ്ങൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് തേടുന്നുണ്ട്. കാരണം നിങ്ങൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരുടെ കൂടെയാണ്, ഇപ്പോൾ എങ്ങനത്തെ സാഹചര്യത്തിലാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി ഈ വ്യക്തി വളരെയധികം പ്രാധാന്യം നൽകുന്നു. ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ വന്ന് പോകുന്നുണ്ടാകാം. നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന ജോലി ചെയ്യുന്ന സ്ഥലത്തോ എവിടെയെങ്കിലും വന്ന് നിങ്ങളെ ഒന്ന് ദൂരെ നിന്ന് കണ്ടിട്ട് പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. കാരണം അത്രത്തോളം യാഥാർത്ഥ്യമേറിയതാണ് ഈ വ്യക്തിയുടെ സ്നേഹം എന്ന് പറയുന്നത്. ഈ വ്യക്തി ഇതിനു മുമ്പ് ചിലപ്പോൾ ഈ വ്യക്തിക്ക് പ്രണയബന്ധമുണ്ടായിട്ടുണ്ടാകാം. ഈ വ്യക്തി അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാത്തതിൻ്റെയും അത് നല്ല രീതിയിൽ സംരക്ഷിക്കാത്തതിൻ്റെയുമായിരിക്കാം പിന്നീട് ഈ വ്യക്തിക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ പലതരത്തിലുള്ള മാനസിക മുറിവുകൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പഴയ കാലത്തെ പേടിച്ചുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. പക്ഷേ നിങ്ങളുടെ ഭാഗം നോക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല, നിങ്ങളെ മാനസികമായി വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ വ്യക്തി രണ്ട് പാഠം പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ വ്യക്തിയുമായി അകലം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഒരുപക്ഷെ നിങ്ങൾ ടാരറ്റ് റീഡിംഗ് കാണുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം, ആത്മബലം വർദ്ധിച്ചതായി കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാണ്ടായപ്പോൾ ഈ വ്യക്തിയുടെ സംശയങ്ങളെല്ലാം മാറി എന്ന് തന്നെ വേണം പറയാൻ. കാരണം അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സംശയങ്ങളും ചോദ്യങ്ങളുമായിരുന്നു ഈ വ്യക്തി നിങ്ങളുടെ നേർക്ക് ചോദിച്ചിരുന്നത്. അതെല്ലാം മാറിയ ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു നിമിഷം ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് കടന്നു വന്നാൽ മതി എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനായി ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഈ ഒരു വായന കേട്ടുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ ഈ വ്യക്തിക്ക് പോയി സന്ദേശം അയക്കരുത്. നിങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെടും. ഈ വ്യക്തി ചില പാഠങ്ങൾ പഠിക്കേണ്ടതും ആവശ്യം തന്നെയാണ്. ഇല്ലെങ്കിൽ ഭാവിയിൽ അതൊരു പ്രശ്നമായി വന്നേക്കാം. തീർച്ചയായിട്ടും ഈ വ്യക്തി ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ ഒരു സായാഹ്നത്തിൽ ഈ വ്യക്തി നന്നായി പൈസ സമ്പാദിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അതിലേക്ക് മുഴുവനും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. നിങ്ങളോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല. അത് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു, അതായത് കൺഫ്യൂഷൻസ്. അതെല്ലാം മാറി വന്നുകൊണ്ടിരിക്കുന്നു. കാരണം നിങ്ങൾ അകന്നു പോയപ്പോൾ
ഈ വ്യക്തിയുടെ അനാവശ്യമായിട്ടുള്ള തോന്നലുകൾ ഇല്ലാണ്ടായിരിക്കുന്നു. ഒരു നാണയത്തിന് രണ്ട് വശം എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാണ്ടായപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നു. നിങ്ങളോട് പെരുമാറിയതൊന്നും ശരിയല്ലായിരുന്നു എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഈ വ്യക്തിയുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രപഞ്ചശക്തിയുടെ സന്ദേശങ്ങൾ. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ എനിക്ക് അയക്കുക. ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.